ഈശ്വംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 16-ാമത്തെ അധ്യായം അതിൻ്റെ 25 മുതൽ 31 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. വിശുദ്ധ സ്മോനിയുടെയും 7 മക്കളുടെയും തിരുനാൾ ദിവസമാണ് ഇന്ന്. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഒന്നിനു പുറകെ ഒന്നായി ജീവൻ വെടിഞ്ഞ 8 പേര്. ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറയുമ്പോൾ ഒരാളെങ്കിലും മാറ്റിപ്പറയണമെന്ന് ആഗ്രഹിച്ച ഭരണാധികാരിയുടെ മുമ്പിൽ ഓരോ മക്കൾക്കും കരുത്തു പകർന്ന് തൻ്റെ ഇടം പകർന്നു കൊടുത്ത് കൂടെ നിന്നവൾ അവസാനം മരണത്തിൻ്റെ കരാളഹസ്തയിലേക്ക് തങ്ങളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ക്രിസ്തു സാക്ഷികളായിട്ട് മരിക്കുന്നതിൻ്റെ ഏറ്റവും ശക്തമായ ഉദാഹരണമാണ് ഈ 8 വിശുദ്ധാത്മാക്കൾ. ഇവരുടെ ഓർമ്മയാചരിക്കുമ്പോൾ ഈശോ നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങൾ. ഈശോ തൻ്റെ ശിഷ്യന്മാരെ കുറിച്ച് ഏറെ സന്തോഷത്തോടു കൂടി പ്രതികരിക്കുകയാണ്. ഇപ്പോൾ ഉപമകൾ കൂടാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങൾക്കെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാകുന്നു. കാരണം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ എൻ്റെ പിതാവും നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ പിതാവ് നിങ്ങളെ അറിയുന്നു വ്യക്തിപരമായിട്ട്. ഈ ലോകത്തിൽ ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അവനെ വിട്ടുപേക്ഷിച്ച് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാകും. ക്രിസ്തീയ സാക്ഷി ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്നവർ, വിജാതീയ ദൈവങ്ങളുടെയും വിരുദ്ധ ആശയങ്ങളുടെയും പ്രത്യയശാസ്ത്രങ്ങളുടെയും പിന്നാലെ പരക്കം പായുന്ന ജനതകളുണ്ടാകും. ക്രിസ്തു സാക്ഷികളായവൻ ക്രിസ്തുവിനോടുകൂടി ചേർന്ന് നിൽക്കും. അവിടുന്ന് നമുക്ക് തരുന്ന ഏറ്റവും വലിയ വാഗ്ദാനം അതാണ്. നിങ്ങളുടെ കാര്യത്തിൽ പിതാവ് ശ്രദ്ധാലുവാണ്. ഭൂമിയിലെ ഞെരുക്കങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മാത്രം തിരിച്ചറിയണം: ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ചവൻ കൂടെയുണ്ട് എന്നുള്ള പരമപ്രധാനമായ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നാം പിടിച്ചിരിക്കുന്നത് പുളിങ്കൊമ്പിലാണ് എന്ന ബോധ്യത്തിലൂടെ എൻ്റെ കർത്താവിൻ്റെ കൂടെ ആടുവാനുള്ള വിളിയാണ് എൻ്റേത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ എൻ്റെ തമ്പുരാൻ്റെ സ്നേഹത്തിന് പകരം വയ്ക്കാൻ ഒരു ശക്തിയും ഉണ്ടാകില്ല എന്ന്, ഒരു മതവിഭാഗത്തിനും ഒരു തത്വശാസ്ത്രത്തിനും എൻ്റെ തമ്പുരാനേക്കാൾ വലിയ സ്നേഹവും പരിഗണനയും തന്ന് എന്നെ ചേർത്ത് പിടിക്കാനാകില്ല എന്ന വലിയ യാഥാർത്ഥ്യത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരിക തന്നെ വേണം. തൻ്റെ ഓരോ മകനും മരണത്തിന് തൊട്ട് മുമ്പേ അമ്മയെ നോക്കിയിട്ട് വേദനയോടെ നിൽക്കുന്ന സമയത്ത് അമ്മ പറയും: നിന്റെ ജ്യേഷ്ഠൻ്റെ വഴിയെ നീയും പൊക്കൊള്ളു മകനെ, കാരണം നീ പിടിച്ചിരിക്കുന്നത് ക്രിസ്തുവിലാണ്, നീ ആശ്രയം വെച്ചിരിക്കുന്നത് ക്രിസ്തുവിലാണ്. അവന് വേണ്ടി മരിക്കുന്നത് വലിയ സന്തോഷമായിട്ട് നീ കരുതണം. ആനന്ദത്തോടെ 7 മക്കളെയും യാത്രയാക്കിയിട്ട് അമ്മയും മരണത്തിന് കീഴടങ്ങുന്നത് നമ്മൾ കാണുക. ആർക്കും തകർക്കാനാവാത്ത വലിയ വിശ്വാസം, ആർക്കും വീഴ്ത്താനാവാത്ത വലിയ ബോധ്യം, അതായിരുന്നു അമ്മയുടെയും 7 മക്കളുടെയും പ്രത്യേകതയെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ മാറിയ കാലഘട്ടത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് വാർത്തകൾ പ്രചരിക്കാൻ ആരോഗ്യം തത്രപ്പെട്ടിടങ്ങുമ്പോൾ സഭയും സഭയുടെ ചട്ടക്കൂട്ടുകളും ഇന്ന് പൊതുവേദിയിൽ വിമർശിക്കപ്പെടുമ്പോൾ അവിടെയൊക്കെ തമ്പുരാൻ്റെ കൂടെ നിൽക്കുന്നവരാകണം നമ്മൾ, സഭയോട് ചേർന്നിരിക്കുന്നവരാണ് നമ്മൾ. ആ വലിയ ബോധ്യത്തിൻ്റെ മക്കളായിട്ട് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. വിശുദ്ധ സ്മോനിയും മക്കളും നമുക്ക് വലിയ വഴികാട്ടികളായി തീരട്ടെ. അവരുടെ മധ്യസ്ഥം നമുക്ക് തുണയാകട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.